കൃഷ്ണ ഭഗവാന് അനേകം രൂപങ്ങളുണ്ട്. അങ്ങനെ ഓരോ രൂപത്തിലുള്ള ഭഗവാനെ നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ഓരോരോ ഫലങ്ങളാണ് സാധാരണ പറയാറുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ണ കട്ട് തിന്നുന്ന കണ്ണൻ്റെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ സന്താന സൗഭാഗ്യത്തിനാണ് സാധാരണയായിട്ട് അത് വയ്ക്കാറ്. കാലിയിലക്കണ്ണനാകുമ്പോൾ സന്താന അരിഷ്ടതകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് വയ്ക്കാറ്. അകിട്ടിൽ നിന്ന് പാല് കുടിക്കണ കണ്ണനെ ആ രൂപത്തിലുള്ള ഫോട്ടോ ആണ് നമ്മൾ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹമാണ് വെക്കണമെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓടക്കുഴലൂതുന്ന കണ്ണനാണെങ്കിൽ കുടുംബ ഐക്യത്തിനും കലഹങ്ങളൊക്കെ ഒഴിവാക്കാനും വളരെ നല്ലതാണ്. രാധാകൃഷ്ണനാണെങ്കിൽ ദാമ്പത്യ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ആ ഫോട്ടോ വയ്ക്കാറ്. കാളിമർദ്ദനാണ് നമ്മൾ വീട്ടിൽ വെക്കുന്നതെങ്കിൽ ശത്രുദോഷമൊക്കെ മാറാനും സർപ്പദോഷ നിവാരണത്തിനും ഉപയോഗിക്കാറുണ്ട്. ഗോവർദ്ധനധാരിയായിട്ടുള്ള കൃഷ്ണനാണെങ്കിൽ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനും പ്രതിസന്ധികളെ തരണം ചെയ്യാനും സാധിക്കും. രുക്മിണി സ്വയംവരം സാധാരണ മംഗല്യഭാഗ്യത്തിനാണ് നമ്മൾ വയ്ക്കാറ്. കുചേലകൃഷ്ണൻ ദാരിദ്ര്യം ഉണ്ടാവാണ്ടിരിക്കാനും സുഹൃത്ബന്ധങ്ങളൊക്കെ നിലനിർത്താനും മുക്തിക്കൊക്കെ വേണ്ടിയിട്ടാണ് കുചേലകൃഷ്ണൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ നമ്മൾ വയ്ക്കാറ്. ഗുരുവായൂരപ്പനെ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് വയ്ക്കാറ്. ലക്ഷ്മീനാരായണ രൂപം കുടുംബത്തിൽ ഐശ്വര്യത്തിനും കുടുംബ സന്തോഷത്തിനും വേണ്ടിയിട്ട് ലക്ഷ്മീനാരായണ സങ്കല്പത്തിലുള്ള ഭഗവാനെ നമ്മൾ ഫോട്ടോയോ വിഗ്രഹമായിട്ട് വീട്ടിൽ വയ്ക്കാറുണ്ട്.